മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണാകട്ട എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്തെ ഒരു വായന. നമ്മുടെ വാസുവേട്ടനില്ലേ, ചേട്ടത്തി അനിയത്തി ഒരേ മുറിയിലാ കിടത്തിയിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പുരാണത്തിൽ. പാഞ്ചാലി ഒരേ സമയം എത്ര ആണുങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നത്. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലല്ലായിരുന്നോ കയറ്റവും ഇറക്കവും? പുരാണങ്ങളിലെ ദൈവങ്ങളെ പോലാണ് നമ്മൾ മനുഷ്യര്. ഓ, അവർക്ക് എന്തും ആകാമല്ലോ. എടി, എന്നാലേ വാസ്തവം പെണ്ണുങ്ങളെ അകത്ത് കിടത്തിയിട്ട് അവ മുറിക്ക് പുറത്താ കിടക്കുന്നത്. ഡീസന്റ് എന്നെ പോലെ. അമ്മയെ നീയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത്? അമ്മയുടെ നിധി വെച്ചിരിക്കുന്നു പറഞ്ഞ് ഒരു മുറി വെറുതെ പൂട്ടിയിട്ടിരിക്കില്ലയോ? ആ മുറി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ കിളിന്ത് പെങ്കൊച്ച് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? അയ്യടാ, അവൾ അവിടെ കിടക്കാൻ പോയാലേ ജനാലയ്ക്ക് നിന്ന് ശൃംഗരിക്കാലോ. എനിക്ക് ശൃംഗരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. നിന്റെ ആങ്ങളെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നല്ലോ എന്ന് ഓർത്തിട്ടാ. തന്നെയുമല്ല, ഉണക്കമീൻ അകത്ത് വെച്ചിട്ട് പൂച്ച പുറത്ത് എത്ര ദിവസം കാവല് കിടക്കും? ഉണക്കമീനും പൂച്ച മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിലും അത് തന്നെയാണല്ലോ കുറച്ചു കാലമായിട്ട് പതിവ്. ഓ, ഇന്നും പോക്ക.